എല്ലാവർക്കും നമസ്കാരം. ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജിയുടെ അടുത്ത കമ്പ്യൂട്ടർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തത്? കമ്പ്യൂട്ടർ സെക്യൂരിറ്റിയെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. പിന്നെ സെക്യൂരിറ്റി ആസ്പെക്ട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, സെക്യൂരിറ്റിക്ക് വേണ്ട റിക്വയർമെന്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രിപ്റ്റോഗ്രഫിയെ പറ്റിയാണ്. ക്രിപ്റ്റോഗ്രഫി, അതിന്റെ ടൈപ്സ്, പിന്നെ എന്തൊക്കെ ഒത്തന്റിക്കേഷൻ മെത്തേഡ്സ് ആണുള്ളത്, പിന്നെ അങ്ങനത്തെ അതിനെ റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് നോക്കിയാൽ എന്താണ് ഫസ്റ്റ് പറയുന്നത്? ക്രിപ്റ്റോഗ്രഫിയെ പറ്റിയാണ് ഫസ്റ്റ് പറയുന്നത്. ക്രിപ്റ്റോഗ്രഫി എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് പ്രൊട്ടക്ടിങ് ഇൻഫർമേഷൻ ബൈ ട്രാൻസ്ഫറിങ് ഇറ്റ് ഇൻ ടു എ ഫോർമാറ്റ് ദറ്റ് കനോട്ട് ബി റെഡ് ബൈ അൺഓത്തറൈസ്ഡ് പീപ്പിൾ. ബേസിക്കലി എന്താ പറയുന്നത്? എന്താണ് ഒരു ഇൻഫർമേഷനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു വഴി? എങ്ങനെ? ട്രാൻസ്ഫോമിങ് ഇറ്റ് ഇൻ ടു എ ഫോർമാറ്റ്. എങ്ങനെ? ഒരു തന്നേക്കുന്ന ഒരു ഡേറ്റനെ ഇന്നൊരു ഫോമിലോട്ട് അതിനെ ട്രാൻസ്ഫോം ചെയ്യുന്നു. എന്തുകൊണ്ട്? സോ ദാറ്റ് ഇറ്റ് കനോട്ട് ബി റെഡ് ബൈ അൺഓത്തറൈസ്ഡ് പീപ്പിൾ. നമുക്ക് കാണാൻ പാടില്ലാത്ത അല്ലെങ്കിൽ അതിന് ആക്സസ് കൊടുക്കാത്ത ആൾക്കാർ അതൊരിക്കലും റീഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ളൊരു ഒരു പ്രാക്ടീസിനെയാണ് നമ്മൾ ക്രിപ്റ്റോഗ്രഫി എന്ന് ബേസിക്കലി പറയുന്നത്. ഓക്കെ, എന്താണ് പറയുന്നത്? ഇറ്റ് യൂസസ് മാത്തമാറ്റിക്കൽ അൽഗോരിതംസ് ടു സെക്യൂർ ഡേറ്റ. എന്താണ്? എൻഷുറിംഗ് പ്രൈവസി, കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി. ബേസിക്കലി എന്താണ്? പിന്നെ ഒന്നുകൂടി പറയാം. എന്താണ്? ഇറ്റ് ഈസ് ദ പ്രാക്ടീസിങ് ഓഫ് പ്രൊട്ടക്ടിങ് ഇൻഫർമേഷൻ. ഒരു പ്രാക്ടീസ് ആണ് നമുക്ക് ഉള്ള ഒരു ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു പ്രാക്ടീസ്. എന്തിന്? അൺഓത്തറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ആ ഡേറ്റ വായിക്കാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അതിനെ ഒരു അൺറീഡബിൾ ഫോർമാറ്റിൽ അല്ലെങ്കിൽ ഇവർക്ക് വായിക്കാൻ പറ്റാത്ത ഒരു ഫോർമാറ്റിൽ അതിനെ എന്താണ് ട്രാൻസ്ഫോം ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ രണ്ട് മെസ്സേജ് ടൈപ്പുകളുണ്ട്. ഒന്നാണ് എന്താണ്? പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. എന്താണ്? ഒറിജിനൽ മെസ്സേജ്. ആദ്യം അയക്കുന്ന ഒരു മെസ്സേജിനെ പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് നമ്മൾ പറയും. രണ്ടാമത് അതിനെ മീൻസ് വായിക്കുന്ന ഒരാൾ നോക്കുമ്പോൾ എന്താണ്? അതൊരു സൈഫർ ടെക്സ്റ്റ് ആണ്. ഒരു അൺറീഡബിൾ ഫോർമാറ്റ്. അതിനെ നമ്മൾ പിന്നെയും ഒരു പ്ലെയിൻ ടെക്സ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്താൽ മാത്രമേ എന്താണ് അത് നമുക്ക് വായിക്കാൻ പറ്റത്തുള്ളൂ. അത് നമ്മൾ വരാൻ പോകുന്ന കാര്യം നമ്മൾ പഠിക്കാൻ പോവാണ്. ഇനി വരുമ്പോൾ നമ്മൾ പഠിക്കും. ഇത്ര ഇതിൽ ആദ്യം പറയുന്ന കാര്യങ്ങളാണ്. ഒന്ന് പ്ലെയിൻ ടെക്സ്റ്റ്, രണ്ട് സൈഫർ ടെക്സ്റ്റ്. എന്തിനാണ് ഇത് ചെയ്യുന്നത്? അതാണ് മെയിൻ പോയിന്റ്. ഏറ്റവും ആലോചിക്കേണ്ട കാര്യം അതാണ്. എന്താണ്? ഇറ്റ് ഈസ് ഡൺ ടു എൻഷുർ ദാറ്റ് ഫുള്ളി ഓത്തറൈസ്ഡ് പാർട്ടീസ്. അത് എപ്പോഴും ആലോചിക്കേണ്ട കാര്യമാണ്. ഫുള്ളി ഓത്തറൈസ്ഡ് പാർട്ടീസ് ക്യാൻ റീഡ് ഓർ മോഡിഫൈ ദ ഇൻഫർമേഷൻ. അതിനകത്തുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡേറ്റ എന്ന് പറയുന്നത് ഒൺലി ഓത്തറൈസ്ഡ് പാർട്ടീസ്. അത് കാണാൻ പാടുള്ളവർ മാത്രം കാണാനോ വായിക്കാനോ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാനോ എന്ത് ചെയ്യാനുള്ള പരിപാടി അവർക്ക് മാത്രമേ ഉള്ളൂ. അത് എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ് ക്രിപ്റ്റോഗ്രഫി എന്നുള്ളൊരു പ്രാക്ടീസ് സത്യത്തിൽ ഉള്ളത് തന്നെ. ഓക്കെ, ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കിയാൽ ഇത് എൻ്റെ ഒരു റഫ് ഡയഗ്രാം ആണ്. ക്രിപ്റ്റോഗ്രഫിയെ പറ്റി എന്തുവാ പറയുന്നത് എന്നുള്ളൊരു റഫ് ഡയഗ്രാം. ഓക്കെ, എന്താണ് അതിന്റെ ഡയഗ്രാം നമ്മളോട് പറയുന്നത്? ആദ്യം ഒരു മെസ്സേജ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഹെലോ എന്നായിക്കോട്ടെ. ആ ഒരു ഹെലോ എന്നുള്ള മെസ്സേജ് ഒരു കീ നമ്മൾ പഠിക്കും. കീ എന്താണ് എന്ന് നമ്മൾ പഠിക്കും. ഒരു കീ വഴി നമ്മൾ ഒരു അയക്കുന്നു. ആ കീ വഴി അയക്കുമ്പോൾ ആ ഹെലോ എന്നുള്ളൊരു ടെക്സ്റ്റ് ഒരു കോഡഡ് ഫോർമാറ്റിലോട്ട് അത് മാറും. ഈ കോഡഡ് ഫോർമാറ്റിനെയാണ് ഈ സൈഫർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഈ ഹെലോ എന്ന് പറയുന്ന ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ആണ്. ഹലോ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ആണ്. ഓക്കെ, ഈ പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ടുള്ള ഹലോയിനെ നമ്മളൊരു കീ ഉപയോഗിച്ച് ഒരു സൈഫർ ടെക്സ്റ്റിലോട്ട് നമ്മളത് മാറ്റുന്നു. ഈ സൈഫർ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു അൺറീഡബിൾ ഫോർമാറ്റിലുള്ള ഒരു ടൈപ്പ് ഓഫ് വേർഡിങ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, അതൊരു അൺറീഡബിൾ ഫോർമാറ്റിലാണ്. അത് ഈ പറയുന്ന പ്ലെയിൻ ടെക്സ്റ്റിനെ സൈഫർ ടെക്സ്റ്റ് ആക്കുന്ന ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എൻക്രിപ്ഷൻ. അതാണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്. കൺവേർട്സ് എന്താണ്? പ്ലെയിൻ ടെക്സ്റ്റ് ടു സൈഫർ ടെക്സ്റ്റ്. അതാണ് ആര് ചെയ്യുന്നത്? എൻക്രിപ്ഷൻ എന്നുള്ള പ്രോസസ്സ് ചെയ്യുന്ന പരിപാടി അതാണ്. നമുക്ക് തന്നേക്കുന്ന ഒരു വായിക്കാൻ പറ്റുന്ന ഫോർമാറ്റ് ഉള്ള ഒരു കാര്യത്തിനെ ഒരു അൺറീഡബിൾ ഫോർമാറ്റ് ആയിട്ട്, പെട്ടെന്ന് ഒരാൾക്ക് വായിക്കാൻ പറ്റാത്ത ഒരു അൺറീഡബിൾ ഫോർമാറ്റ് വിച്ച് ഇസ് ഓൾസോ നോൺ ആസ് സൈഫർ ടെക്സ്റ്റ്, അങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇത് എൻക്രിപ്റ്റഡ് ആയി കഴിഞ്ഞു. എന്താണ്? ഒരു സൈഫർ ടെക്സ്റ്റിലോട്ട് ഇത് എൻക്രിപ്റ്റഡ് ആയി. ഇനിയും ഓത്തറൈസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണ് മാത്രം വായിക്കാൻ പറ്റുന്ന ഒരു റീഡബിൾ ഫോർമാറ്റിലോട്ട് തിരിച്ചിതിനെ കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ എന്താ ചെയ്യുന്നത്? സൈഫർ ടെക്സ്റ്റിനെ തിരിച്ച് ഒരു പ്ലെയിൻ ടെക്സ്റ്റിലോട്ട് തിരിച്ചു മാറ്റുകയാണ്. ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഡീക്രിപ്ഷൻ. എന്താ പറയുന്നത്? കൺവേർട്സ് സൈഫർ ടെക്സ്റ്റ് ഇൻ ടു പ്ലെയിൻ ടെക്സ്റ്റ്. ഈ തിരിച്ച് നടത്തുന്ന ഈ പ്രോസസ്സിനെ, അതായത് അൺറീഡബിൾ ആയിട്ടുള്ള ഒരു ഫോർമാറ്റിനെ തിരിച്ചും റീഡബിൾ ഫോർമാറ്റ് അല്ലെങ്കിൽ ഒരു എന്താണ് വായിക്കാൻ പറ്റുന്ന ഒരു ഓത്തറൈസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് വായിക്കാൻ പറ്റുന്ന ഒരു ഫോർമാറ്റിലെ കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു സൈഫർ ടെക്സ്റ്റിനെ പ്ലെയിൻ ടെക്സ്റ്റ് ആക്കുന്നു. ആ പ്രോസസ്സിനെയാണ് വളരെ സിമ്പിൾ ആയിട്ട് ഡീക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതായത് എന്താണ്? ബേസിക്കലി അപ്പൊ ക്രിപ്റ്റോഗ്രഫിയിൽ ഇതാണ് നടക്കുന്നത്. ഇന്നപോലെ ഒരു ടെക്സ്റ്റ് ഉണ്ടാവും, അതിനെ എൻക്രിപ്റ്റ് ചെയ്ത് സൈഫർ ടെക്സ്റ്റ് ആക്കുന്നു. ഒരു പ്ലെയിൻ ടെക്സ്റ്റിനെ സൈഫർ ടെക്സ്റ്റ് ആക്കുന്നു ത്രൂ എൻക്രിപ്ഷൻ. ഇനി ഇത് ഒരു ഓത്തറൈസ്ഡ് പേഴ്സൺ വായിക്കണം. അത് അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ തിരിച്ച് ഈ സൈഫർ ടെക്സ്റ്റിനെ, അതായത് ഒരു കോഡഡ് ലാംഗ്വേജ് നമുക്ക് പറയാൻ പറ്റും, ഒരു കോഡഡ് വേർഡിങ്സ് എന്ത് വേണേലും പറയാം.
അതിനെ തിരിച്ച് നമ്മൾ എന്താക്കണം, ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ആക്കണം. ഓത്തറൈസ്ഡ് പേഴ്സണ് വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ആക്കണം. ഇത് യൂസ് കീ വഴിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഒന്ന് എൻക്രിപ്ഷന്, രണ്ട് ഡീക്രിപ്ഷൻ. ഇത്രയും ചെയ്യുമ്പോഴാണ് അതിന് ക്രിപ്റ്റോഗ്രഫി എന്ന് ബേസിക്കലി പറയുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ നോക്കാം. ഇതിന്റെ ബേസിക് കൺസെപ്റ്റ് ആണ് ആദ്യം നമ്മളോട് പറയുന്നത്. പ്ലെയിൻ ടെക്സ്റ്റ് എന്താണ്? ഒരു റീഡബിൾ ഫോമാറ്റ് ഉള്ളത്. എന്താ? ഒരു ഒറിജിനൽ റീഡബിൾ മെസ്സേജ്, ദ റീഡബിൾ മെസ്സേജ് ഓർ ഡേറ്റ ദാറ്റ് നീഡ്സ് ടു ബി പ്രൊട്ടക്റ്റഡ്. അതെ, അത് എന്താണ്? ഒരു നോർമലായിട്ട് നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡേറ്റ, അത് നമുക്ക് വായിക്കാൻ പറ്റും. അത് വേണമെങ്കിൽ എല്ലാവർക്കും വായിക്കാൻ പറ്റും. ആ ഒരു ടൈപ്പ് ഡേറ്റ ആണ് പ്ലെയിൻ ടെക്സ്റ്റ്. അതിനെ എന്തോ ചെയ്യുന്നു? സൈഫർ ടെക്സ്റ്റ് ആക്കണം. അതായത് ഇത് എൻക്രിപ്റ്റഡ്, അതായത് എൻക്രിപ്ഷൻ വഴി ആ ഒരു പ്ലെയിൻ ടെക്സ്റ്റിനെ അൺറീഡബിൾ ഫോമാറ്റ് ആയിട്ടുള്ള ഒരു സൈഫർ ടെക്സ്റ്റ് ആയിട്ട് നമ്മളത് കൺവേർട്ട് ചെയ്യുന്നു ത്രൂ എൻക്രിപ്ഷൻ. എന്താണ്? ആ വേർഷൻ ഓഫ് ദ പ്ലെയിൻ ടെക്സ്റ്റ് ആണ്. ആ പ്ലെയിൻ ടെക്സ്റ്റിനെയാണ് നമ്മളൊരു എൻക്രിപ്റ്റഡ് ആയിട്ട് എന്താണ് സൈഫർ ടെക്സ്റ്റിലോട്ട് ആക്കുന്നത്. എന്താണ് നമ്മൾ മുന്നേ കണ്ടു JXC അങ്ങനെ പല ഒരു കോഡഡ് ലാംഗ്വേജ് ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്യണം. അപ്പൊ ആ കൺവേർട്ട് ആയ ആ ഒരു ടെക്സ്റ്റിനെ നമ്മൾ സൈഫർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഓർത്തിരിക്കുക. തേർഡ്, ഈ പ്ലെയിൻ ടെക്സ്റ്റിനെ നമ്മൾ സൈഫർ ടെക്സ്റ്റ് ആക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എൻക്രിപ്ഷൻ എന്ന് ബേസിക്കലി പറയുന്നത്. അതിന് ഒരു കീയുടെ ആവശ്യമുണ്ട്. ആ കീ ആണ് നമുക്ക് പറയാം. എന്താണ്? ഈ പ്ലെയിൻ ടെക്സ്റ്റിനെ ഒരു സൈഫർ ടെക്സ്റ്റ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. ആ പ്രോസസ്സിനെ നമ്മൾ ബേസിക്കലി എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ്? തിരിച്ച് ആ ഒരു അൺറീഡബിൾ ഫോമാറ്റിനെ ഓത്തറൈസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അതിനെ വായിക്കാൻ പറ്റണം. തിരിച്ച് ആ സൈഫർ ടെക്സ്റ്റിനെ പ്ലെയിൻ ടെക്സ്റ്റ് ആക്കുന്ന ആ പ്രോസസ്സിനെ നമ്മൾ എന്താണ് പറയുന്നത്? ഡീക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിനെന്താണ്? ഒരു കീയുടെ ആവശ്യമുണ്ട്. രണ്ടും കീ വഴി, കീ ത്രൂ ആണ് ഈ എന്താണ് പ്രോസസ് ചെയ്യുന്നത്. ആ പ്രോസസ്സിനെയാണ് എൻക്രിപ്ഷൻ ഡീക്രിപ്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ അത് നടപ്പിലാക്കുന്നത് ഒരു കീ ആണ്. അത്ര ഓർത്തിരിക്കുക. ഇനി കീ എന്താ പറയുന്നത്? എ സീക്രട്ട് പീസ് ഓഫ് ഇൻഫർമേഷൻ യൂസ്ഡ് ഇൻ എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ. എന്തിന്? ടു കൺട്രോൾ ഹൗ ദ ഡേറ്റ ഈസ് ട്രാൻസ്ഫോംഡ്. നമുക്ക് ആ കൊടുക്കുന്ന ഒരു ഡേറ്റ ഉണ്ടല്ലോ, അതായത് എന്ത് പ്ലെയിൻ ടെക്സ്റ്റ് എന്ത് വേണേലും ആയിക്കോട്ടെ, ഒരു ഡേറ്റ ഉണ്ടല്ലോ, ആ ഡേറ്റ എന്താണ് എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്നു എന്ന് കൺട്രോൾ ചെയ്യുന്ന ആ ഒരു ഇൻഫർമേഷനെയാണ് നമ്മൾ കീ എന്ന് പറയുന്നത്. അത് എന്തിനാണ്? എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും നടക്കുന്ന ആ പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യണം. ആ ഒരു എന്തിനാണ് സംഭവത്തിനെയാണ് നമ്മൾ കീ എന്ന് പറയുന്നത്. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് ബേസിക്കലി ക്രിപ്റ്റോഗ്രഫിയുടെ ഒരു ഫോമാറ്റ് എന്ന് പറയുന്നത്. പ്ലെയിൻ ടെക്സ്റ്റിൽ തുടങ്ങി കീ അങ്ങനെ വേണമെന്ന് നോക്കണ്ട. ആ നടക്കുന്ന കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് ബേസിക്കലി ഇവിടെ ഒന്നിച്ചിട്ടേക്കാണ് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി, ഇത് ഈസി അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ടൈപ്സ് ഓഫ് ക്രിപ്റ്റോഗ്രഫി ആണ്. എന്ത്? ഫസ്റ്റ് ടൈപ്പ് ആണ് സിമെട്രിക് ക്രിപ്റ്റോഗ്രഫി. ഓർത്തിരിക്കുക, നമുക്ക് സിലബസിൽ എടുത്തു പറയുന്ന ഒരെണ്ണമാണ് സിമെട്രിക് ക്രിപ്റ്റോഗ്രഫി. ഓക്കെ, എന്താണ്? എ മെത്തേഡ് വേർ ദ സെയിം കീ, അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എന്താണ്? സിമെട്രിക് ക്രിപ്റ്റോഗ്രഫിക്കകത്ത് എന്താണ്? ഒരേ കീ ആണ് യൂസ് ചെയ്യുന്നത്. എന്തിന്? ബോത്ത് എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ. ആ രണ്ട് പ്രോസസ്സിനും നമ്മൾ ഒരേ കീ ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് പ്ലെയിൻ ടെക്സ്റ്റിനെ സൈഫർ ടെക്സ്റ്റ് ആക്കണം, തിരിച്ച് ആ സൈഫർ ടെക്സ്റ്റിനെ റീഡബിൾ ആയിട്ടുള്ള ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ആക്കണം. ഇതിന് നമുക്ക് എൻക്രിപ്ഷനും ആവശ്യമുണ്ട്, ഡീക്രിപ്ഷനും ആവശ്യമുണ്ട്. അന്നേരം നമ്മൾ ഉപയോഗിക്കുന്ന ഒരേ കീ ആണ് നമുക്ക് സിമെട്രിക് ക്രിപ്റ്റോഗ്രഫി എന്നുള്ള ഫോമാറ്റിൽ പറയുന്നത്. ഓക്കെ, സിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫി എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാം. പിന്നെ സിമെട്രിക് ക്രിപ്റ്റോഗ്രഫി നമുക്ക് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി നമ്മൾ ഇടുന്നത്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾസ് ആണ്. എക്സാമ്പിൾസ് ഓർത്തിരിക്കുക, കാരണം നമുക്ക് ക്വസ്റ്റ്യൻസിന് ചോദിക്കാറുള്ളതാണ്. എന്ത്? ഫസ്റ്റ് AES എന്താണ്? അഡ്വാൻസ്ഡ് എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ്. അത് AES ആണ് ഷോർട്ട് ഫോം. അപ്പം എന്താണ്? ഈസ് കോമൺലി യൂസ്ഡ് സിമെട്രിക് ക്രിപ്റ്റോഗ്രഫി. സിമെട്രിക് ക്രിപ്റ്റോഗ്രഫി നമുക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് സോഫ്റ്റ്വെയർ ആണ് AES, അഡ്വാൻസ് എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡേറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ്. അത് വേറെ ഒരു എക്സാമ്പിൾ, DES എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ട്രിപ്പിൾ DES എന്താണ്? ഈ DESന് എന്നൊരു 3 ടൈംസ് നമ്മൾ ചെയ്യുന്നത്. അതിന്റെ എന്താണ്? അതിന്റെ ഒരു സൈസ് ഒക്കെ കാണും. അപ്പം ഇച്ചൂടെ സേഫ്റ്റിക്ക് വേണ്ടി അതിന്റെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ഇച്ചൂടെ ചെയ്യാൻ വേണ്ടി പിന്നുള്ള സാധനമാണ് DES. ഇതിന്റെ തന്നെ 3 ടൈംസ്, അതായത് ഡേറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് തന്നെ 3 ടൈംസ് ആണ് ട്രിപ്പിൾ DES എന്ന് പറയുന്നത്. ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്? The key must be kept secret and sharing it safely can be difficult. ആ കീയെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? സീക്രട്ട് ആയിട്ട് തന്നെ വെക്കണം. അല്ലെങ്കിൽ അൺഓത്തറൈസ്ഡ് മീൻസ് പേഴ്സൺസിനും അത് ആക്സസ് ചെയ്യാൻ പറ്റും. അതിലെ കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനോ വായിക്കാനോ ഒക്കെ സാധിക്കും. അതുകൊണ്ട് ആ കീ എപ്പോഴും നമ്മൾ സീക്രട്ട് ആയിട്ടും വെക്കണം. ആൻഡ് ഷെയറിങ് ഇറ്റ് ക്യാൻ ബി ഡിഫിക്കൽട്ട്. ഷെയർ ചെയ്യുമ്പോൾ അത് എന്താണ്? ചിലപ്പോൾ അത് ലീക്ക് ആയി പോകാൻ ചാൻസ് ഉണ്ട്, വേറെ ആളുടെ കയ്യിൽ എത്തിപ്പെടാൻ ചാൻസ്. സോ അതും അത് ഡിഫിക്കൽട്ട് ആണെന്നാണ് നമ്മളോട് പറയുന്നത്. ഇതാണ് ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് ടൈപ്പ് നമ്മൾ നോക്കുന്നത് asymmetric cryptography ആണ്. അതിലെന്താ പറയുന്നത്? എ മെത്തേഡ് വേർ 2 ഡിഫറെന്റ് കീസ് ആർ യൂസ്ഡ്. നമ്മൾ സിമെട്രിക് പഠിച്ചു. എന്താണ്? ഒരേ കീ യൂസ് ചെയ്താണ് എൻക്രിപ്ഷൻ ഡീക്രിപ്ഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം asymmetric എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി എന്ത് വരും? 2 ഡിഫറെന്റ് കീസ് ആർ യൂസ്ഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആലോചിച്ചേക്ക്, ഒരു എൻക്രിപ്ഷന് ഒരു കീ ആയിരിക്കും, ഡീക്രിപ്ഷന് വേറൊരു കീ ആയിരിക്കും. അതല്ലേ പറയുന്നത്? എ പബ്ലിക് കീ ഫോർ എൻക്രിപ്ഷൻ ആൻഡ് എ പ്രൈവറ്റ് കീ ഫോർ ഡീക്രിപ്ഷൻ. അപ്പം പബ്ലിക് കീന്നും പ്രൈവറ്റ് കീന്നും നമുക്ക് മനസ്സിലാവും. പബ്ലിക് എന്ന് പറയുന്നത് എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ്
കീ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സീക്രട്ട് പീസ് ഓഫ് ഇൻഫർമേഷൻ ആയിരിക്കും. പക്ഷെ പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് ആ ഓത്തറൈസ്ഡ് പേഴ്സൺസിന് മാത്രം അവൈലബിൾ ആയിട്ടുള്ള കീ ആയിരിക്കും. എന്നാലല്ലേ അത് പ്രോപ്പർലി എന്താണ് നമുക്ക് ഒരാൾക്ക് വായിക്കാൻ പറ്റത്തുള്ളൂ. ഓത്തറൈസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് വായിക്കാൻ മാത്രം പറ്റണം എന്നുണ്ടെങ്കിൽ അതിൽ പ്രൈവറ്റ് കീ ആയ മാത്രമല്ലേ പറ്റത്തുള്ളൂ. എല്ലാവർക്കും വായിക്കാൻ പറ്റുന്നതാണെങ്കിൽ പിന്നെ ആ ക്രിപ്റ്റോഗ്രഫി ചെയ്യുന്നതിൽ നമുക്ക് അർത്ഥമില്ലല്ലോ. അത് അൺഓത്തറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ലേ. സോ പബ്ലിക് കീ ആണ് എൻക്രിപ്ഷൻ യൂസ് ചെയ്യുന്നത്, ഇവിടെ എസിമെട്രിക്കില്. പ്രൈവറ്റ് കീ ആണ് ഡീക്രിപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടും ഓർത്തിരിക്കുക. എസിമെട്രിക്കിന്റെ മെയിൻ ഡിഫറൻസ് ഫ്രം സിമെട്രിക് എന്ന് നമുക്ക് അറിയാനുള്ള ഏറ്റവും എളുപ്പമുള്ള ഡിഫറൻസ് ആണ് ഇതെന്ന് പറയുന്നത്. രണ്ട് ഡിഫറെന്റ് കീസ് ഉണ്ട്. ഒന്ന് എൻക്രിപ്ഷന് പബ്ലിക് കീ, ഡീക്രിപ്ഷന് പ്രൈവറ്റ് കീ. ഇത്ര ഓർത്തിരിക്കുക. അതിന്റെ എക്സാമ്പിൾസ് ആണ് പറയുന്നത്. ഫസ്റ്റ് RSA, അത് ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് റിവേസ് ഷമീർ ആൾഡിമാൻ എന്ന് പറയുന്ന ആ 3 പേരായിരിക്കും. അവർ 3 ഇത് ചെയ്തതാണ് ആ അസിമെട്രിക് അൽഗോരിതം ആണ് അതിന്റെ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. വെൽ നോൺ അസിമെട്രിക് അൽഗോരിതം, കോമൺലി യൂസ്ഡ് അസിമെട്രിക് അൽഗോരിതം ആണ്. പിന്നെ ഒരെണ്ണമാണ് ഡിഫി ഹെൽമാൻ കീ എക്സ്ചേഞ്ച്, വേറെ ഒരെണ്ണം. പിന്നെ എലിപ്റ്റിക് കർവ് ക്രിപ്റ്റോഗ്രഫി. ഇത് 3 അതിന്റെ എക്സാമ്പിൾ ആണ്. RSA ഓർത്തിരിക്കുക, എസിമെട്രിക്കിന് എക്സാമ്പിൾ കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത് അവിടെ നിന്നാണ്. ഓക്കെ, ഇതിന്റെ കാര്യം എന്താ പറയുന്നത്, നമ്മൾ പിന്നെ പറഞ്ഞു തന്നെ. പബ്ലിക് കീ ക്യാൻ ബി ഷെയർഡ് ഓപ്പൺലി. പബ്ലിക് കീ എല്ലാവർക്കും ആക്സസ് അല്ലെങ്കിൽ എല്ലാവർക്കും ഓപ്പൺലി ആക്സസ് കൊടുത്തേക്കുന്ന ഒരു കീ ആണ് പബ്ലിക് കീ. പക്ഷേ പ്രൈവറ്റ് കീ റിമെയിൻസ് സീക്രട്ട്. എന്താണ് ഓത്തറൈസ്ഡ് പേഴ്സൺസിന് മാത്രം കൊടുക്കുന്ന ഒരു കീ ആണ് പ്രൈവറ്റ് കീ. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക്. ഇതിന്റെ കൂടെ തന്നെ ടൈപ്പ് പല ക്രിപ്റ്റോഗ്രഫിയുടെ വരുന്ന വേറെ ഒരെണ്ണമാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. എന്താണ് എ ക്രിപ്റ്റോഗ്രഫിക് ടെക്നിക് ദാറ്റ് പ്രൊവൈഡ്സ് ഒത്തന്റിസിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി. നമ്മൾ ഇന്നലെ കണ്ട കാര്യങ്ങളാണ്. നമ്മുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ നമ്മൾ കണ്ടതാണ്. ഒത്തന്റിസിറ്റിയും ഇന്റഗ്രിറ്റി എല്ലാം നമ്മൾ നോക്കിയതാണ് ഇന്നലത്തെ. എന്താണ് ടു എ മെസ്സേജ് ഓർ എ ഡോക്യുമെന്റ്. ആ ക്രിപ്റ്റോഗ്രഫി ടെക്നിക്കിന് ഒരു ഒത്തന്റിസിറ്റിയും ഇന്റഗ്രിറ്റിയും കൊടുക്കുന്ന ആ പ്രോസസ്സാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ മെയിൻലി ചെയ്യുന്നത്. ഹൗ ഇറ്റ് വർക്ക്സ്, അതെങ്ങനെ വർക്ക് ചെയ്യുന്നത്? ദ സെൻഡർ എൻക്രിപ്റ്റ്സ് ദ മെസ്സേജ് വിത്ത് എ പ്രൈവറ്റ് കീ. എന്താണ് ആ സെൻഡർ ആ ഒരു മെസ്സേജിനെ അയക്കുന്നു, ആ ഒരു പ്രൈവറ്റ് കീ ഉണ്ട്. ആ റെസിപ്പിയന്റ് എന്താണ് ഡീക്രിപ്റ്റ്സ് യൂസിങ് ദ സെൻഡേഴ്സ് പബ്ലിക് കീ. അതെ, ഇപ്പം സെൻഡർ ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്, അതിന്റെ കൂടെ ഒരു പ്രൈവറ്റ് കീ ആണ്. പ്രൈവറ്റ് കീ ഉണ്ടെങ്കിലല്ലേ ഡീക്രിപ്റ്റ് ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പം ആ റെസിപ്പിയന്റ് എന്ത് ചെയ്യും, അതിനെ സെൻഡറിന്റെ പബ്ലിക് കീ വെച്ചിട്ട് നമ്മൾ ഇതിനെ ഡീക്രിപ്റ്റ് ചെയ്യും. ഇങ്ങനെയാണ് ഡിജിറ്റൽ സിഗ്നേച്ചറിൽ വർക്ക് ചെയ്യുക എന്നാണ് ബേസിക്കലി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കുക, വായിച്ചിരിക്കുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ഹാഷ് ഫംഗ്ഷൻ ആണ്. എന്താണ് പറയുന്നത്? ദീസ് ഫംഗ്ഷൻസ് ട്രാൻസ്ഫോം ഡേറ്റ ആൻഡ് ഫിക്സഡ് ലെങ്ത് കോഡ്. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയതാണ് ഹാഷ് ഫംഗ്ഷൻ പറയുന്നത്. ഒരു ഫിക്സഡ് ലെങ്ത് വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു ഡേറ്റയെ. അതിനെയാണ് ഹാഷ് ഫംഗ്ഷൻ എന്ന് ബേസിക്കലി പറയുന്നത്. അതിന്റെ എക്സാമ്പിൾസ് ആണ് ഒന്ന് MD5, സെക്കൻഡ് SHA-1. ഓർത്തിരിക്കാം. ഇനി ടൈപ്സ് ഓഫ് സിമെട്രിക് എൻക്രിപ്ഷൻ അൽഗോരിതംസ്. നമ്മുടെ സിലബസിൽ പറയുന്ന ഒരു ടോപ്പിക്കാണ് സിമെട്രിക് എൻക്രിപ്ഷൻ അൽഗോരിതംസ് എന്ന് പറയുന്നത്. അതിന്റെ ടൈപ്സ് നമ്മൾ നോക്കിയാൽ ഒന്നാമത്തെ, അതിന് 2 ടൈപ്സ് ഉള്ളൂ. ഒന്ന് ബ്ലോക്ക് സൈഫർ ആണ്, 2 സ്ട്രീം സൈഫർ ആണ്. ബ്ലോക്ക് സൈഫർ എന്താ പറയുന്നത്? ദിസ് എൻക്രിപ്റ്റ്സ് ഡേറ്റ ഇൻടു ഫിക്സഡ് സൈസ് ബ്ലോക്സ്. എന്താണ് ഫിക്സഡ് സൈസ് ബ്ലോക്സിനെ എന്താണ് എൻക്രിപ്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബ്ലോക്ക് സൈഫർ എന്ന് പറയുന്നത്. സെക്കൻഡ് എന്താ പറയുന്നത്? സ്ട്രീം സൈഫർ. ദിസ് എൻക്രിപ്റ്റ്സ് ഡേറ്റ ബിറ്റ് ബൈ ബിറ്റ് ഓർ ബൈറ്റ് ബൈ ബൈറ്റ്. അത് ഓർത്തിരിക്കാം. ബിറ്റ് ബൈ ബിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ബൈറ്റ് ബൈ ബൈറ്റ് ആയിട്ടോ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുന്ന ആ ഡേറ്റയെ നമ്മൾ വിളിക്കുന്ന പ്രോസസ്സിനാണ് നമ്മൾ സ്ട്രീം സൈഫർ എന്ന് പറയുന്നത്. ഇത് രണ്ടും ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഇതിന്റെ അൽഗോരിതംസ്, സിമെട്രിക് എൻക്രിപ്ഷന്റെ അൽഗോരിതംസ് ആണ് പറയുന്നത്. ഫസ്റ്റ് DES, ഡേറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ്. അതിന്റെ കീ സൈസ് ഓർത്തിരിക്കുക, ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളതാണ് കീ സൈസ്. ഇപ്പൊ DESന്റെ കീ സൈസ് എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നത് 56 ബിറ്റ്സ് ആണ്. ഇനി AES, അഡ്വാൻസ് എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ്, അതിന്റെ കീ സൈസ് എത്രയാണെന്ന് ചോദിച്ചാൽ 128 ഉണ്ട്, 192 ഉണ്ട്, 256 ആണ്. എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് ആക്ച്വലി കീ സൈസ് ആയിട്ട് വരുന്നത്. ഇതൊക്കെ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വരും, പക്ഷേ എഫക്റ്റീവ് ആയിട്ട് കുറച്ചുകൂടെ കുറവായിരിക്കും. അത് 3DS വരുന്നതിന്റെ കേസ് അതാണ്. ട്രിപ്പിൾ ഡേറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് ആണ്. അതിന്റെ കീ സൈസ് അതിന്റെ 192 ഉണ്ട്, പക്ഷെ അതിന്റെ എഫക്റ്റീവ് എന്ന് പറയുന്നത് 168 ആണ്. ഇനി 3 ബിറ്റ് ചേരുന്നതാണ് ഈ നമ്മൾ പറഞ്ഞത് DESന്റെ 3 ടൈംസ്, അതാണ് ട്രിപ്പിൾ DES എന്ന് പറയുന്നത്. 3 എന്താണ് DS ചേർന്നാണ് ഇത് ഈ വരുന്നത്. കാരണം മോർ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ബ്ലോ ഫിഷ്, അതും അതിന്റെയും ഓർത്തിരിക്കുക. കീ സൈസ് എന്ന് പറയുന്നത് 32 to 448 ബിറ്റ്സ് ആണ്. ജസ്റ്റ് വായിച്ചിരിക്കുക. ഓക്കെ, ഇനി ഒത്തന്റിക്കേഷൻ മെത്തേഡ്സ് നെക്സ്റ്റ് ടോപ്പിക് ആണ്. ഒത്തന്റിക്കേഷൻ മെത്തേഡ്സ് എന്താ പറയുന്നത്? ആ ടെക്നിക്സ് യൂസ് ടു വെരിഫൈ ദി ഐഡന്റിറ്റി ഓഫ് യൂസേഴ്സ്, ഡിവൈസസ് ഓർ സിസ്റ്റംസ് ടു എൻഷുർ ദാറ്റ് ഓൺലി ഓത്തറൈസ്ഡ് പാർട്ടീസ് ക്യാൻ ആക്സസ് റിസോഴ്സസ് ഓർ സർവീസസ്. എന്താണ് ഒത്തന്റിക്കേഷൻ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ടെക്നീക്സ് ആണ്. എന്തിന്? ഏത് യൂസർ ആണ് അല്ലെങ്കിൽ ഏത് ഡിവൈസ് അല്ലെങ്കിൽ സിസ്റ്റം ആണ് അത് യൂസ് ചെയ്യുന്നതെന്ന് അവരുടെ ഐഡന്റിറ്റി അറിയാൻ വേണ്ടി. സോ ദാറ്റ് എന്താണ് ഓത്തറൈസ്ഡ് പാർട്ടീസ് തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത്, അവരാണ് ആ ഡേറ്റ അല്ലെങ്കിൽ ഒരു സർവീസിനെ ആക്സസ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു ടെക്നീക്കിനെയാണ് നമ്മൾ ഒത്തന്റിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദി ഗോൾ ഓഫ് ഒത്തന്റിക്കേഷൻ ഈസ് ടു പ്രൊട്ടക്ട് എന്താണ് സെൻസിറ്റീവ് ഇൻഫർമേഷനും
അൺഓത്തറൈസ്ഡ് ആക്സസ് എന്നുള്ളൊരു പ്രിവെൻഷനും വേണ്ടിയാണ് ഒത്തന്റിക്കേഷന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. സെൻസിറ്റീവ് ആയിട്ടുള്ള ഡേറ്റയെ നമ്മൾ പ്രൊട്ടക്റ്റും ചെയ്യണം, അൺഓത്തറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിൽ നിന്ന് ആ ഡേറ്റയെ നമ്മൾ എന്താണ് പ്രിവെന്റ് ചെയ്യണം, അവരുടെ ആക്സസ് എടുക്കാതെ സൂക്ഷിക്കണം. ആ ഒരു പ്രോസസ്സിനെയാണ് ഒത്തന്റിക്കേഷൻ മെത്തേഡിന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ പിന്നെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഫസ്റ്റ് എന്ന് പറയുന്നത് നോളജ് ഫാക്ടർ ആണ്. എന്ത് ബേസ്ഡ് ഓൺ ഇൻഫർമേഷൻ നോൺ ഓൺലി ടു ദി യൂസർ. ഒത്തന്റിക്കേഷൻ മെത്തേഡ് ആണ്. എന്താണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ആ യൂസറിന് മാത്രം അറിയാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ. അത് നമുക്കറിയാലോ, പിൻ, എന്തെങ്കിലും സാധനത്തിന്റെ പിന്നോ പാസ്വേഡോ നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. എന്നാൽ മാത്രമല്ല നമുക്കൊരു എന്താണ് എന്തെങ്കിലും സാധനം അൺലോക്ക് ചെയ്യണമെങ്കിൽ നമ്മളൊരു പാസ്വേഡ് അടിക്കണ്ടേ. അപ്പൊ ആ ഒരു യൂസറിന് മാത്രമല്ലേ ആ പാസ്വേഡ് അറിയത്തുള്ളൂ, വേറെ ആർക്കും അറിയത്തില്ലല്ലോ. അതാണ് ഫസ്റ്റ് കാര്യം പറയുന്നത്. സെക്കൻഡ് എന്താണ് പൊസിഷൻ ഫാക്ടർ. എന്താണ് ബേസ്ഡ് ഓൺ ഫിസിക്കൽ ഒബ്ജക്ട്സ് ഓൺ ബൈ ദ യൂസർ. നമ്മുടെ ഫിസിക്കൽ കയ്യിലുള്ള ഒബ്ജക്ട്സ്, ATM കാർഡ് എന്ന് പറയുന്നത് ഒരെണ്ണം മാത്രമല്ലേ ഉള്ളൂ ഒരാളുടെ പേരിൽ, അല്ലെ അക്കൗണ്ടിൽ ഒറ്റ ATM കാർഡല്ലേ ഉള്ളൂ. അതിട്ട് നമുക്ക് മാത്രമല്ലേ ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് പൊസിഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. ഫിസിക്കൽ ഒബ്ജക്ട്സ് നമ്മളൊരു യൂസർ ഓൺ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. തേർഡ് എന്താ പറയുന്നത് ഇൻഹെറിറ്റൻസ് ഫാക്ടർ. എന്താണ് പറയുന്നത് ബേസ്ഡ് ഓൺ ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. എന്താണ് നമ്മുടെ കയ്യിലുള്ള എന്താണ് ആ ബയോളജിക്കൽ ക്യാരക്ടേഴ്സ്, നമ്മുടെ ഐ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലെ ഫിംഗർ പ്രിന്റ് എന്ന് പറയുന്നത് ബയോമെട്രിക് ആയിട്ടൊക്കെ വരുന്ന കാര്യങ്ങൾ. അതായത് ഫിംഗർ പ്രിന്റ്, നമ്മുടെ കയ്യിലെ ഫിംഗർ പ്രിന്റ് കൊടുത്താലേ ഫോൺ ഓപ്പൺ ആവത്തുള്ളൂ, അത് വേറൊരാൾ കൊടുത്താൽ ഓൺ ആവത്തില്ലല്ലോ. പിന്നെ ഫേസ് റെക്കഗ്നിഷൻ, നമ്മുടെ ഐ, നമ്മുടെ ഫേസ് എല്ലാം ചേർത്ത് ഫേസ് റെക്കഗ്നിഷൻ ഉണ്ടല്ലോ. അതെന്താണ് ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. അതാണ് ഇൻഹെറിറ്റൻസ് ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കോമൺ ഒത്തന്റിക്കേഷൻ മെത്തേഡ്സ് ആണ്. ഫസ്റ്റ് പാസ്വേഡ് ബേസ്ഡ് ഒത്തന്റിക്കേഷൻ. നമ്മളിപ്പോൾ മുന്നേ പറഞ്ഞ പോലെ പിന്നെ പാസ്വേഡ് എന്താണ് മോസ്റ്റ് കോമൺ മെത്തേഡ് ആണ്. എന്ത് വേറെ യൂസർ ഇസ് റിക്വയർഡ് ടു എൻറ്റർ എ സീക്രട്ട് പാസ്വേഡ് നോൺ ഓൺലി ടു ദം. ആ ഒരു യൂസറിന് മാത്രമേ ആ പാസ്വേഡിനെ പറ്റി അറിയത്തുള്ളൂ. എന്നാലല്ലേ ഇപ്പോൾ ഒരു ഫോൺ ആണെങ്കിൽ അല്ല വേറെ എന്ത് സാധനമാണെങ്കിലും അത് ഓപ്പൺ ആവത്തുള്ളൂ. എന്താണ് പറയുന്നത് ഹൗ ഇറ്റ് വർക്ക്സ്. ദ സിസ്റ്റം ചെക്സ് ദ എൻറ്റേർഡ് പാസ്വേഡ് അഗൈൻസ്റ്റ് എ സ്റ്റോർഡ് വാല്യൂ. അതെ, നമുക്ക് ഈ പാസ്വേഡ് നമ്മൾ ഫോണിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമല്ലോ. ആദ്യം നമ്മൾ ഫോൺ, ഇപ്പം നമ്മൾ പുതിയ ഫോൺ എടുക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫോൺ എടുക്കുന്ന സമയത്ത് പാസ്വേഡ് ചോദിക്കും. അപ്പൊ നമ്മൾ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുമല്ലോ. ഇനി നമ്മൾ വേറൊരു ടൈപ്പ് മീൻസ് എൻ്റർ ചെയ്യാൻ നേരം നമ്മൾ വേറൊരു പാസ്വേഡാണ് നമ്മൾ കൊടുക്കുന്നെങ്കിൽ ആ ഫോൺ അൺലോക്ക് ആവത്തില്ലല്ലോ. ആ കൊടുക്കുന്ന പാസ്വേഡ് തന്നെ അല്ലേ നമുക്ക് കൊടുത്താൽ മാത്രമല്ലേ ഫോൺ ഓപ്പൺ ആവത്തുള്ളൂ. അതല്ലേ പറയുന്നത് സിസ്റ്റം ചെക്സ് ദി എൻറ്റേർഡ് പാസ്വേഡ് അഗൈൻസ്റ്റ് ദി സ്റ്റോർഡ് വാല്യൂ. സ്റ്റോർഡ് വാല്യൂ നമ്മൾ കൊടുക്കുന്ന ഒരു വാല്യൂ ആണ്, അതുമായിട്ട് നമ്മൾ കൊടുക്കുന്ന പാസ്വേഡ് ചെക്ക് ചെയ്യും. അത് ശരിയാണെങ്കിൽ ഫോൺ ഓപ്പൺ ആവും, ശരിയാണെങ്കിൽ ഫോൺ അൺലോക്ക് ആയിട്ട് തന്നെ ഇരിക്കും, മീൻസ് ലോക്ക് ആയിട്ട് തന്നെ ഇരിക്കും. അതാ പറയുന്നത്. ഓക്കെ, സെക്കൻഡ് എന്താ പറയുന്നത് ടു ഫാക്ടർ ഒത്തന്റിക്കേഷൻ, അല്ലെങ്കിൽ 2FA എന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറയാം. എന്താണ് എ സെക്യൂരിറ്റി പ്രോസസ് ദാറ്റ് റിക്വയർസ് 2 ഫോംസ് ഓഫ് ഐഡന്റിക്കേഷൻ. ഓർത്തിരിക്കുക, 2 ഫോംസ് ഓഫ് ഐഡന്റിക്കേഷൻ ബിഫോർ ഗ്രാന്റിംഗ് ആക്സസ്. ഓക്കെ, ഇപ്പൊ തന്നെ നമുക്ക് അറിയാം എന്താണ് ഹൗ ഇറ്റ് വർക്ക്സ്. നമുക്ക് നോക്കിയാൽ കമ്പൈൻ സംതിങ് യു നോ, അതായത് പാസ്വേഡ് ഉണ്ട് വിത്ത് സംതിങ് യു ഹാവ് ഓർ സംതിങ് യു ആർ, അല്ലെങ്കിൽ ഒരു ബയോമെട്രിക് ഉണ്ടെന്ന് വെച്ചു. ഫോർ എക്സാമ്പിൾ ചില ടൈപ്പ് ഓഫ് നമ്മൾ എന്തെങ്കിലും ആപ്പോ അല്ലെങ്കിൽ വേറെ എന്ത് കാര്യം ആയിക്കോട്ടെ, ആദ്യം ഒരു ഫിംഗർ പ്രിന്റ് ചോദിക്കും, പിന്നെ രണ്ടാമത് ഒരു പാസ്വേഡ് ചോദിക്കും. ഇതിനെ 2 ഫാക്ടർ ഒത്തന്റിക്കേഷൻ. നമ്മൾ ചിലപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇൻസ്റ്റാഗ്രാമിനകത്തൊക്കെ ഒരു 2 ഫാക്ടർ ഒത്തന്റിക്കേഷൻ ഒക്കെ കൊടുക്കാറുണ്ട്. അത് എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഒരു എന്താണ് 2 തവണ ഒത്തന്റിക്കേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഇതിന്റെ ഒറിജിനൽ ഓണർ അല്ലെങ്കിൽ ഇതിന്റെ എന്താണ് ഓത്തറൈസ്ഡ് പേഴ്സൺ തന്നെ ഇത് എടുക്കുന്നതെന്നുള്ളതിന്റെ ഒരു പ്രൂഫിന് വേണ്ടിയും കൂടാണ് ഈ 2 ഫാക്ടർ ഒത്തന്റിക്കേഷൻ. അത് പലയിടത്തും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മെയിലിനകത്തും ആയിക്കോട്ടെ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിനകത്ത് ആയിക്കോട്ടെ 2 ഫാക്ടർ ഒത്തന്റിക്കേഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 2 ടൈപ്പ് ഓഫ് സെക്യൂരിറ്റി ബേസ്. എന്തിന് ഈ അതായത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു നമ്മുടെ ഒരു ഓത്തറൈസ്ഡ് പേഴ്സൺ ആണ് ഇത് ഓപ്പൺ ആക്കുന്നത് എന്നുള്ള ഒരു കൺഫർമേഷന് വേണ്ടിയാണ് ഇത് കൊടുത്തേക്കുന്നത്. ഒരു ഒത്തന്റിക്കേഷൻ മെത്തേഡാണ്. തേർഡ് പറയുന്നത് മൾട്ടി ഫാക്ടർ ഒത്തന്റിക്കേഷൻ, ആൻ എക്സ്റ്റൻഷൻ ഓഫ് 2FA. അതായത് 2 ഫാക്ടർ ഒത്തന്റിക്കേഷന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. എന്ത് റിക്വയർ മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഓഫ് ഒത്തന്റിക്കേഷൻ. അതായത് ഇനിയും ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു, ഇനിയും ഒരു എന്താണ് ഒത്തന്റിക്കേറ്റ് ചെയ്യാൻ വേറൊരു മാർഗം കൊടുക്കുന്നു. അതിനാണ് മൾട്ടി ഫാക്ടർ ഒത്തന്റിക്കേഷൻ എന്ന് പറയുന്നത്. ഹൗ ഇറ്റ് വർക്ക്സ് നോക്കിയേ, കമ്പൈൻസ് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ്, അതായത് പാസ്വേഡ്, ഹാർഡ്വെയർ ടോക്കൺ, ബയോമെട്രിക്, അങ്ങനെ പല 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 കാര്യങ്ങൾ. ഇതെല്ലാം എന്തിനാണ് പ്രൊട്ടക്ഷന് വേണ്ടി, ആ ഓത്തറൈസ്ഡ് പേഴ്സൺ മാത്രമായി എടുക്കുന്നതെന്നുള്ളതിന്റെ ഒരു ഐഡന്റിറ്റി വെരിഫൈ ചെയ്യാൻ കൂടാണ് എന്ത് മൾട്ടി ഫാക്ടർ ഒത്തന്റിക്കേഷൻ ഉള്ളത്. ഫോർത്ത് ബയോമെട്രിക് ഒത്തന്റിക്കേഷൻ. നമ്മുടെ ഫോണിൽ പറഞ്ഞ കാര്യം തന്നെ, യൂസസ് യുണീക് ബയോളജി ക്യാരക്ടർ ഓഫ് എൻ ഇൻഡിവിജ്വൽ ഫോർ ഐഡന്റിറ്റി വെരിഫിക്കേഷൻ. അതെ, നമ്മുടെ ഫോണിന്റെ കേസ് തന്നെ നമുക്ക് ആലോചിച്ച് നോക്കാം. ഇവിടെ ഹൗ ഇറ്റ് വർക്ക്സ് എന്താ പറയുന്നത്, സ്കാൻസ് ആൻഡ് മാച്ചസ് ബയോമെട്രിക് ഫീച്ചേഴ്സ് ലൈക്ക് ഫിംഗർ പ്രിന്റ്സ്, ഫേഷ്യൽ റെക്കഗ്നിഷൻ, റെറ്റീന പാറ്റേൺസ്, നമ്മുടെ ഐയുടെ അല്ലെങ്കിൽ നമ്മുടെ വോയിസ് മോഡുലേഷൻ, അങ്ങനെ പല പല കാര്യങ്ങൾ യൂസ് ചെയ്ത് നമുക്ക് ബയോമെട്രിക് ഒത്തന്റിക്കേഷൻ അല്ലെങ്കിൽ ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് നമുക്ക് ഒരു ഐഡന്റിറ്റി വെരിഫിക്കേഷൻ ചെയ്യാനുള്ള ഒരു ഒത്തന്റിക്കേഷൻ മെത്തേഡാണ് ഈ പറയുന്നത്. ഓക്കെ, പിന്നെ സ്മാർട്ട് കാർഡ്സ് ആൻഡ് സെക്യൂരിറ്റി ടോക്കൺസ് ആണ്. എന്ത് ഫിസിക്കൽ ഡിവൈസസ്, സ്മാർട്ട് കാർഡ്സ്, USB ടോക്കൺസ് യൂസ് ടു ഒത്തന്റിക്കേറ്റ് യൂസേഴ്സ്. നമ്മുടെ സ്മാർട്ട് കാർഡ് വഴി അല്ലെങ്കിൽ USB ടോക്കൺസ് വെച്ചിട്ട് ഒത്തന്റിക്കേറ്റ് ചെയ്യാൻ ഒരു മാർഗ്ഗമാണ് സ്മാർട്ട് കാർഡ്സ് ആൻഡ് സെക്യൂരിറ്റി ടോക്കൺസ് പറയുന്നത്. എങ്ങനെ ഹൗ ഇറ്റ് വർക്ക്സ്, ദ യൂസർ ഇൻസേർട്സ് എ സ്മോൾ കാർഡ് ഇൻ ടു എ കാർഡ് റീഡർ ഓർ കണക്ട്സ് എ USB.
ഒരു സ്മാർട്ട് കാർഡ് റീഡർ കാണും. അതിൽ ഈ സ്മാർട്ട് കാർഡ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആ യൂസറിന്റെ തന്നെ ആകുമ്പോൾ അതിന് ആക്ഷൻ എടുക്കാൻ പറ്റും, ഒത്തന്റിക്കേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു USB കണക്ട് ചെയ്ത് ഒത്തന്റിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ മെത്തേഡ് പറയുന്നത്. പിന്നെ വൺ ടൈം പാസ്വേഡ്, അതായത് OTP, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ യൂസർ തന്നെ ആണ്, അല്ലെ ആ യൂസറിനെ തന്നെ ഇത് ഓപ്പൺ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അവനൊരു OTP ചെല്ലും, അല്ലെ ഷീ ആർക്കാണെങ്കിലും അതൊരു OTP ചെല്ലും. അങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് വൺ ടൈം പാസ്വേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ ഉദ്ദേശിച്ചത്. ഇനി ഇതിന്റെ ഭാഗമായിട്ട് ആക്സസ് കൺട്രോൾസ് പറഞ്ഞ ടോപ്പിക് ഇനിയും വരുന്നുണ്ട്. പക്ഷേ ഇച്ചിരി ലെങ്തി ടോപ്പിക്കാണ്, കുറെ കവർ ചെയ്യാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. കാരണം ഇത്തിരി എല്ലാം കൂടെ ഒരു സ്ലൈഡിൽ എടുത്തു കഴിഞ്ഞാൽ അത് ബോറിംഗ് ആയി പോകും. സോ നമുക്ക് പാർട്ട് ബൈ പാർട്ടായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കാം. സോ നിങ്ങൾക്ക് പഠിക്കാൻ കൺവീനിയന്റ് ആയിരിക്കും. ഓക്കെ, നമുക്ക് ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? എ കമ്പനി കൺവേർട്സ് customer information into unreadable format before storing it in the database. എന്താണ്? A company converts customer information into an unreadable format before storing it in the database. അപ്പം നമ്മൾ പഠിച്ചായിരുന്നു, പ്ലെയിൻ ടെക്സ്റ്റിനെ സൈഫർ ടെക്സ്റ്റ് ആക്കുന്നു, ഒരു അൺറീഡബിൾ ഫോമാറ്റ് ആക്കുന്നു. ഈ പ്രോസസ്സിന് നമ്മൾ എന്താണ് പറയുന്നത്? എൻക്രിപ്ഷൻ എന്നല്ലേ പറയുന്നത്. സൈഫർ ക്രിപ്റ്റോഗ്രഫിയുടെ ഫസ്റ്റ് ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്തതല്ലേ? പ്ലെയിൻ ടെക്സ്റ്റിനെ സൈഫർ ടെക്സ്റ്റ് ആക്കുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതാണ് ആൻസർ വരുന്നത്. ഓക്കെ, the unreadable message produced after encryption is called. ഈ പ്രൊഡ്യൂസ് ചെയ്ത് എൻക്രിപ്ഷൻ നടത്തിയപ്പോൾ പ്ലെയിൻ ടെക്സ്റ്റിനെ നമ്മൾ എന്താക്കി എന്ന് പറയുന്നത്? സൈഫർ ടെക്സ്റ്റ്. ആ സൈഫർ ടെക്സ്റ്റിനെയാണ് നമ്മൾ എന്ത് അൺറീഡബിൾ മെസ്സേജ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ആൻസർ എന്ത് വരും? സൈഫർ ടെക്സ്റ്റ് വരും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുന്നത്? ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് സൈഫർ ടെക്സ്റ്റ് ബാക്ക് ഇൻ ടു ഇറ്റ് ഒറിജിനൽ മെസ്സേജ്. എന്താണ്? നമ്മൾ സൈഫർ ടെക്സ്റ്റിനെ തിരിച്ച് പ്ലെയിൻ ടെക്സ്റ്റ് ആക്കുന്നു, അല്ലെങ്കിൽ റീഡബിൾ മെസ്സേജ് ആക്കി മാറ്റുന്നു. ആ ഒറിജിനൽ മെസ്സേജ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞ പ്ലെയിൻ ടെക്സ്റ്റ്. അപ്പം എന്താണ് ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേര്? ഡീക്രിപ്ഷൻ അല്ലേ? തിരിച്ച് സൈഫർ ടെക്സ്റ്റിനെ പ്ലെയിൻ ടെക്സ്റ്റ് ആക്കുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഡീക്രിപ്ഷൻ എന്ന് പറയുന്നത്. കീ യൂസ് ചെയ്ത് ആലോചിക്കുക, കീ യൂസ് ചെയ്താണ് ചെയ്യുന്നത്. ഓക്കെ, വിച്ച് ഗോൾ ഓഫ് ക്രിപ്റ്റോഗ്രഫി എൻഷുവേഴ്സ് ദാറ്റ് എ മെസ്സേജ് കനോട്ട് ബി മോഡിഫൈഡ് ഡ്യൂറിംഗ് ട്രാൻസ്മിഷൻ. നമ്മൾ ഇന്നലെ പഠിച്ച കാര്യം തന്നെയാണ്. എന്താണ്? മെസ്സേജിനെ ഓൾട്ടർ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഡേറ്റ ആയി ടാമ്പർ ചെയ്യുക. നമ്മൾ എന്താണ് സെക്യൂരിറ്റി കൺട്രോൾ, നമ്മളെ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ പഠിച്ചതാണ്. അത് അപ്പോൾ ഏത് ആൻസർ ആയിട്ട് വരും? ഇന്റഗ്രിറ്റിയുടെ ഭാഗമായിട്ട് വരും. അതല്ലേ നമ്മൾ പഠിച്ചത്? നമ്മൾ അവൈലബിലിറ്റി, ഇന്റഗ്രിറ്റി, കോൺഫിഡൻഷ്യാലിറ്റി, നമ്മൾ 3 കേസസ് നമ്മൾ പറഞ്ഞായിരുന്നു. അതിൽ വരുന്നതാണ് ഈ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂസസ് ദ സെയിം കീ ഫോർ ബോത്ത് എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ. നമ്മൾ എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും രണ്ടിനോട് ഒന്നിച്ച് ഉപയോഗിക്കുന്ന കാര്യം ഏതാണ് നമ്മൾ പറഞ്ഞത്? AES ആണ് പറഞ്ഞത് അല്ലെ? രണ്ടിനും സിമെട്രിക്കിനകത്തുള്ള എക്സാമ്പിൾ ആണ് AES എന്ന് പറയുന്നത്. എന്താണ്? സെയിം കീ ഫോർ ബോത്ത് എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ. ഡിഫറെന്റ് കീ ചോദിച്ചാൽ ആരാണ്? ഏസിമെട്രിക്കിലാണ് എക്സാമ്പിൾസ്. സോ അതിന്റെ എക്സാമ്പിൾ നോക്കി വേണം ചെയ്യാൻ. നമ്മുടെ ഡിഫി ഹിൽമാൻ എന്ന് പറയുന്നത് ഏസിമെട്രിക് ആണ്, അത് ഓർത്തിരിക്കുക. ഇത് ഏസിമെട്രിക് ആണ്, ഇത് സിമെട്രിക് ആണ്. AES എന്ന് പറയുന്നത് അഡ്വാൻസ് എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ്, നമ്മൾ ആദ്യം പറഞ്ഞ കേസാണ്. ഓക്കെ, അത് ഓർത്തിരിക്കുക, തമ്മിൽ തെറ്റരുത്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഏസിമെട്രിക് ക്രിപ്റ്റോഗ്രഫി? ഏസിമെട്രിക് ക്രിപ്റ്റോഗ്രഫിയുടെ നമ്മൾ എക്സാമ്പിൾസ് ഏതാണ് പറയുന്നത്? 3DS നമ്മളല്ലേ നമുക്ക് എക്സാമ്പിൾ വരുന്നത് അല്ലേ? 3 ഏസിമെട്രിക്കിന് നമ്മൾ ഏതാണ് എക്സാമ്പിൾ വന്നത്? RSA ആണ് ആൻസർ വരുന്നത്. നമ്മുടെ 3 ഇതെന്ന് പറയുന്നത് ഇതിൽ വരുന്നതാണ്. ഓക്കെ, അൽഗോരിതംസിൽ വരുന്നതാണ്. ഇതിൽ നമുക്ക് ആൻസർ വരുന്നത് RSA കേട്ടോ. RSA ആണ് ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. നമ്മുടെ ഏസിമെട്രിക് ക്രിപ്റ്റോഗ്രഫിയുടെ എക്സാമ്പിൾ ആയിട്ട് RSA ആണ് വരുന്നത്. ഓക്കെ, ആലോചിച്ചാൽ എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നതിന്റെ റീസൺ ഇതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? എ ബാങ്ക് യൂസസ് 2 keys. എന്താണ്? 2 കീ യൂസ് ചെയ്യുന്നു. ഒന്ന് പബ്ലിക്കും യൂസ് ചെയ്യുന്നു, ഒന്ന് പ്രൈവറ്റും യൂസ് ചെയ്യുന്നു. വിച്ച് ടൈപ്പ് ഓഫ് ക്രിപ്റ്റോഗ്രഫി ഈസ് ബീങ് യൂസ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞതാണ്. സിമെട്രിക് ആണെങ്കിൽ ഒരേ കീ യൂസ് ചെയ്യുന്നു, ഏസിമെട്രിക് ആണെങ്കിലാണ് 2 കീ യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഏസിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫി ആൻസർ വരും. ഓക്കെ, ദ മേജർ ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് സിമെട്രിക് എൻക്രിപ്ഷൻ ഈസ്. സിമെട്രിക് എൻക്രിപ്ഷന്റെ മേജർ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? കീ ഡിസ്ട്രിബ്യൂഷൻ പ്രിൻസിപ്പിൾ ആണ്. അത് ആദ്യം നമ്മൾ പറഞ്ഞാണ്. ആ കീ എന്ന് പറയുന്നത് എപ്പോഴും സീക്രട്ട് ആയിട്ട് വെക്കണം. അത് ഷെയർ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടി ഉള്ള ഒരു പ്രോസസ്സാണ്. കീ ഡിസ്ട്രിബ്യൂഷൻ അപ്പോൾ ഒരു പ്രോബ്ലം ആയിട്ട് എന്നും സിമെട്രിക് എൻക്രിപ്ഷനിൽ വരും. അത് ഓർത്തിരിക്കുക. ഓക്കെ, എ കമ്പനി യൂസസ് പാസ്വേഡ് പ്ലസ് OTP ടു ലോഗ് ഇൻ ടു ഇറ്റ്സ് എംപ്ലോയി പോർട്ടൽ. ഒരു കമ്പനി എന്ന് പറയുന്നത് OTPയും പാസ്വേഡും രണ്ടും യൂസ് ചെയ്തിട്ടാണ് ഒരു എംപ്ലോയി പോർട്ടലിലോട്ട്, അല്ലെങ്കിൽ ഒരു എംപ്ലോയിക്ക് അതിനെ ലോഗിൻ ചെയ്യാൻ പറ്റുന്നതെന്ന് കൂട്ടുക. അപ്പോൾ ഇതിന് ഏതിന്റെ അണ്ടറിൽ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് വരും? മൾട്ടി ഫാക്ടർ പറയും. 2 ഫാക്ടർ ഒത്തന്റിക്കേഷൻ വരുന്നതാണ്. അതിൽ നമുക്ക് പിന്നെയും പറഞ്ഞൊരു കേസാണ് എന്താ? മൾട്ടി ഫാക്ടർ. അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതിന്റെ ആൻസർ മൾട്ടി ഫാക്ടർ ഒത്തന്റിക്കേഷൻ ആയിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? Which algorithm applies DES, Data Encryption Standard, 3 times to improve security? നമ്മൾ പറഞ്ഞു 3 ടൈംസിന് ഇതിനപ്പം നമുക്ക് ഡയറക്റ്റ്ലി മൈൻഡിൽ എന്ത് വരും? DDES സ്റ്റാൻഡേർഡ് നമ്മളൊന്നും പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ആൻസർ വരുന്നത്? 3DS ആണ് എക്സാമ്പിൾ വരുന്നത്. നോർമൽ DES ആണ്, അതിന്റെ ബിറ്റ് സൈസ് നമ്മൾ പറഞ്ഞു 56 ആണ്.
അപ്പം അതിന് 3DS എന്ന് പറയുമ്പോൾ 168 സംതിങ് ആണ് വന്നത്. ആ ബിറ്റ് സൈസ് ഓർത്തിരിക്കാൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിനകത്ത് ഇതിന്റെ പരമായിട്ട് ആക്സസ് കൺട്രോൾസ് വരും, പിന്നെ ഈ മലീഷ്യസ് സോഫ്റ്റ്വെയർ, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആ ടോപ്പിക്കും, പിന്നെ ഇൻട്രൂഷൻ, നമ്മുടെ ഇൻട്രൂഷൻ കൺട്രോൾസ്, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി ടോപ്പിക്സുമായിട്ട് കണ്ടിന്യൂ ചെയ്യാം. അണ്ടിൽ ദെൻ ബൈ ബൈ.